ഒരിക്കൽ ഗൗതമ ബുദ്ധൻ തന്റെ ശിഷ്യന്മാരുമായി ഒരു നഗരത്തിലൂടെ നടന്നു പോവുകയായിരുന്നു. ബുദ്ധന്റെ ജനപ്രീതിയിൽ അസൂയ പൂണ്ട ചില ആളുകൾ വഴിയിൽ കാത്തുനിന്നു. ബുദ്ധൻ അടുത്തു ചെന്നപ്പോൾ അവർ അദ്ദേഹത്തെ അധിക്ഷേപിക്കാനും ചീത്ത വിളിക്കാനും ഒക്കെ തുടങ്ങി. പക്ഷേ ബുദ്ധൻ ഇതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ പുഞ്ചിരിയോടെ മുന്നോട്ട് നടന്നു. ഇത് കണ്ട് ഒരു ശിഷ്യന് ദേഷ്യം വന്നു. അയാൾ ചോദിച്ചു, ഗുരു, അവർ അങ്ങയെ ഇത്രയധികം അപമാനിച്ചിട്ടും അങ്ങ് എന്താണ് ഒന്നും മിണ്ടാത്തത്? അവർക്ക് ശക്തമായ മറുപടി കൊടുക്കണ്ടേ? അപ്പോ ബുദ്ധൻ വഴിയരികിൽ നിന്ന് ഒരു ആനയെ ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, ആന യുദ്ധക്കളത്തിൽ ഇറങ്ങുമ്പോൾ ശത്രുക്കളുടെ അമ്പുകളെ നേരിടേണ്ടി വരും. എന്നാൽ ആ അമ്പുകളെ എല്ലാം അവഗണിച്ച് അത് മുന്നോട്ട് തന്നെ കുതിക്കും. കാരണം അതിന്റെ ലക്ഷ്യം യുദ്ധം ജയിക്കുക എന്നതാണ്. അതുപോലെ ലോകത്ത് അസൂയക്കാരും വേഷണിക്കാരും പലതും പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരോട് തർക്കിക്കാൻ നിന്നാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ആ ഒരു സമയം നമുക്ക് നഷ്ടപ്പെടും എന്ന് മാത്രമേ ഉള്ളൂ. തന്നെ അപമാനിച്ച അസൂയക്കാരായ ഏഷണിക്കാരായ ആളുകൾക്കുള്ള മറുപടി തന്റെ മുന്നോട്ടുള്ള യാത്രയും വിജയവും തന്നെയായിരിക്കുമെന്നാണ് ബുദ്ധൻ ആ ശിഷ്യനെ ബോധ്യപ്പെടുന്നത്. ഉയരങ്ങളിലേക്ക് പറക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ചിറകരിയാൻ എപ്പോഴും അസൂയക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവർ പറയുന്ന ഏഷണികൾ, അതുപോലെ തന്നെ അവർ നിങ്ങളെ കുറ്റപ്പെടുത്തും. അതിനൊക്കെ മറുപടി കൊടുക്കാൻ നിന്നാൽ നമ്മുടെ സമയവും ഊർജവും നഷ്ടപ്പെടും. അത്ര മാത്രമേ ഉള്ളൂ.